നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ കാണുന്നതിൻ്റെ കൂടെ തന്നെ എല്ലാവരും ലൈക്ക് അടിക്കാനും അതുപോലെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും വിട്ടു പോകരുത്. പിന്നെ സ്കിപ്പ് ചെയ്യാതെ കാണുക. പുതിയതായിട്ട് വന്നിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ നമ്മളെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത്. പിന്നെ രാവിലെ തന്നെ പുറത്തിറങ്ങി ഇതുപോലെ ഇരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തുള്ള കാഴ്ചകളും കണ്ട് പ്രകൃതിയൊക്കെ കണ്ട് നമ്മൾ നാട്ടുമാവിലെ മാങ്ങയും പിന്നെ അതുപോലെ തന്നെ ചെറിയ ഇളം കാറ്റും തണുപ്പും ചെറിയ ഇളം വെയിലും ഇതൊക്കെ കൊണ്ട് മുറ്റത്തൊക്കെ കുറച്ച് സമയം നമുക്ക് അങ്ങനെ നിൽക്കാനും പിന്നെ അവിടെ ഇരിക്കാനും ഒന്ന് നടക്കാനൊക്കെ നമുക്ക് തോന്നും കേട്ടോ. അപ്പോൾ അങ്ങനെ രാവിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഇങ്ങ് കയറി വന്നിട്ട് പാത്രങ്ങളെല്ലാം ആദ്യം ഞാനൊന്ന് സോപ്പിട്ട് കഴുകിയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം നല്ല വെള്ളത്തിൽ എല്ലാം കഴുകി പറക്കി വെച്ചതിന് ശേഷം ഇനി അടുത്ത ട്രിപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാവിലത്തെ ചായ ഇടണമല്ലോ. ചായ കുടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര സമയം വേണമെങ്കിലും നിൽക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ കാപ്പി കുടിച്ചില്ലെങ്കിൽ ഒരു ചായ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ സമയം നമുക്ക് നിൽക്കാനായിട്ട് പറ്റും. അപ്പോൾ ആദ്യം ഞാൻ പാലും വെള്ളമൊക്കെ വെച്ച് കൊടുത്ത് തിളച്ച് വന്നപ്പോഴത്തേക്ക് തന്നെ തേയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാ ദിവസവും നമ്മൾ എന്തൊക്കെയാണോ ചെയ്യുന്നത് അതൊക്കെ തന്നെയാണ്. എങ്കിൽ പോലും നമ്മളെ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളിതുപോലെയൊക്കെ ഇടുമ്പോഴത്തേക്ക് നമുക്ക് സപ്പോർട്ടായിട്ട് നിങ്ങളെല്ലാവരും നമ്മളെ കൂടെ നിൽക്കുക. നിങ്ങളെല്ലാവരും കാണുമെന്ന് നമുക്കറിയാം. എന്നാലും അത് പറയുമ്പോഴത്തേക്ക് എൻ്റെ മനസ്സിന് എനിക്കൊരു സമാധാനം കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് കുടിക്കാൻ വേണ്ടിയിട്ടുള്ള രാവിലത്തെ ചായയൊക്കെ എടുത്ത് എനിക്ക് പൊട്ടുന്ന പ്ലേറ്റിൽ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടൊക്കെ കാണാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും രാവിലത്തെ ചായ കൂടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കാലത്തെ തന്നെ നല്ല വെയിലുണ്ട്, അത്യാവശ്യം നല്ല വെയിലുണ്ട്. ഇപ്പോൾ തന്നെ കഴുകി ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടുകയും ചെയ്യും. അങ്ങനെ രാവിലെ പിന്നെ മോൻ പോയിട്ട് പിന്നെ വരുമ്പോഴത്തേക്ക് ഒത്തിരി ലേറ്റ് ആവുമല്ലോ. വന്നു കഴിഞ്ഞ് പിന്നെ കഴുകാനൊന്നും ഒട്ടും സമയവും കിട്ടത്തില്ല. പിന്നെ ഞാൻ തന്നെ കഴുകിയിടും. അതല്ലാതെ വീട്ടിലൊക്കെ നിൽക്കുന്ന ദിവസങ്ങളിലാണെങ്കിൽ അവർ തന്നെ കഴുകിയിടും. പിന്നെ അതുപോലെ തന്നെ മോളാണെങ്കിലും മോളെ തുണി അവൾ തന്നെ കഴുകിയിടും. എല്ലാവരും അവരവരുടെ ജോലിയും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടൊക്കെ ചെയ്ത് തീർക്കാറുണ്ട് കേട്ടോ. അല്ലാതെ മാറ്റിയിടുമോ അല്ലെങ്കിൽ ഇന്നാര് ചെയ്തേ പറ്റൂ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇപ്പോഴും ഞാൻ കഴുകണമെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ വീട്ടിലുണ്ടല്ലോ, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ കൊച്ചു പോയിട്ട് വരുമ്പോൾ ഒത്തിരി ജോലി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അതിനെക്കൊണ്ട് പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാനങ്ങ് കഴുകിയിടും. പിന്നെ ഹാപ്പി വന്നിട്ടുണ്ട് കേട്ടോ. ഹാപ്പി അങ്ങ് നിൽക്കുമായിരുന്നു വീട്ടിനകത്ത് നിന്ന്. പിന്നെ വെയിലായതുകൊണ്ട് അധികം അങ്ങനെ വെളിയിൽ ഇറങ്ങൂല. ഇപ്പം ഞാൻ ഇങ്ങോട്ട് വന്നതിനെ കൊണ്ട് അവിടേക്ക് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പൂച്ച വെളിയിൽ നിൽപ്പുണ്ട്. പൂച്ചയുടെ കൂടെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടൊക്കെയാണ് ആ ഒരു തക്കത്തിന് ചാടിയത്. ഭയങ്കര കുരുത്തക്കേടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കുരുത്തക്കേട്. പിന്നെ നമ്മളെ ഈ കൊതുമ്പുണ്ടല്ലോ, കൊതുമ്പ് ചെറിയ കമ്പ് ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഞാനാണെന്നുണ്ടെങ്കിൽ ഇപ്പം നോക്കിയിട്ട് അവിടെ എങ്ങും കണ്ടില്ല. അങ്ങ് പോയിട്ടുണ്ടായിരുന്നു. അങ്ങ് പോയിട്ട് ഇപ്പോൾ വിളിച്ചാൽ അപ്പോഴും തന്നെ അടുത്ത് വരികയും ചെയ്യും. കൊതുമ്പ് കമ്പ് അങ്ങനെയുള്ള സാധനങ്ങൾ പുറത്ത് കിടക്കുന്ന കരിയില എന്തെങ്കിലും കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അതെല്ലാം പറക്കിയെടുത്ത് വീട്ടിനകത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് അതിനെല്ലാം കടിച്ച് പൊടിച്ചിടും. പിന്നെ എന്തെങ്കിലും സാധനങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അതിനെടുത്ത് വായിക്കാത്ത വെപ്പ്. ഇതൊക്കെയാണ് ഇവളെ ജോലിയും കാര്യങ്ങളൊക്കെ കേട്ടോ. പിന്നെ കഴുത്തിലൊരു മണി ഇട്ട് കൊടുത്തിരിക്കുന്നതിനെ കൊണ്ട് അവിടെ ഇവിടെ നിൽക്കുമ്പോഴത്തേക്ക് കുഞ്ഞായിട്ട് ഇങ്ങനെ കിലുങ്ങുമ്പോൾ നമ്മൾ വിളിക്കുമ്പോൾ ഇങ്ങനെ ഓടി വരുമ്പോഴത്തേക്ക് കിലുങ്ങുമല്ലോ. അപ്പോഴും നമുക്ക് അറിയാനായിട്ട് പറ്റും. പിന്നെ ഹാപ്പിനെ ഞാനിവിടെ താഴെ ആക്കിയിട്ടുണ്ട് കേട്ടോ. അത് ഞാനൊന്ന് കാണിച്ച് തരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ തണൽ പറ്റി ഒരു സൈഡിലായിട്ട് കിടപ്പുണ്ട്. കയറി വരാൻ ഒരു മടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നല്ല വെയിലുണ്ട്. മാങ്ങയാണ് ആ പിടിച്ച് കിടക്കും. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ ഈ ഒരു സൈഡിൽ കിടക്കണമെന്ന് വെച്ചാൽ ഞാൻ തുണി കഴുകാനായിട്ട് പോകുമ്പോഴത്തേക്ക് അവിടെ തന്നെ കിടക്കും. തുണി കഴുകി തീരുമ്പോഴത്തേക്ക് എൻ്റെ കൂടെ വരും. കുഞ്ഞ് ചെരുപ്പ് കിടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്തെ പൊടി മോൻ്റെതാണ് കേട്ടോ. മോനാണെങ്കിൽ അകത്തുണ്ട്. ശനിയും ഞായറും ട്യൂഷൻ പഠിക്കാനായിട്ട് വരുവേ. പിന്നെ നമ്മളെ ഈ ഒരു ഹാപ്പി ഉണ്ടല്ലോ, ഇങ്ങനെ ഇരിക്കാൻ പറഞ്ഞാൽ ഇരുന്നിട്ടാണെങ്കിൽ ഇങ്ങനെ തല ചരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് കണ്ണിലേ നോക്കുമ്പോഴത്തേക്ക് ദയനീയമായിട്ടൊക്കെയാണ് നോക്കുന്നത് കേട്ടോ. ഇത് കണ്ടു കഴിഞ്ഞാൽ ആരുടെയും ചങ്കിലങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് വിഷമം തോന്നും കേട്ടോ. അങ്ങനത്തെ നോട്ടമാണ്. പിന്നെ ഇതിനിടയ്ക്ക് നമുക്ക് ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചക്ക എടുത്ത് എല്ലാം വൃത്തിയാക്കിയൊക്കെ വെച്ച് ഹാപ്പിനെ കാരണം നമുക്ക് തറയിലിരുന്ന് വെട്ടാനോ അല്ലെങ്കിൽ അവളെയും കൊണ്ട് നമുക്ക് ഇറങ്ങാനോ ഒന്നും പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ മൊബൈലൊന്നും കൊണ്ടുപോയിട്ടില്ലായിരുന്നേ. അപ്പോഴും വെളിയിൽ ഇറങ്ങിപ്പോയി ചക്കയൊക്കെ വെട്ടിയെടുക്കുന്ന സമയത്ത് ഹാപ്പി കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അരക്കിലൊക്കെ പിടിക്കുന്നതിനെ കൊണ്ടേ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റാതിരുന്നത്. പിന്നെ ചക്ക നല്ല വിളഞ്ഞ ചക്കയായിരുന്നു കേട്ടോ. നല്ല കളറുണ്ടായിരുന്നു. കുക്കറിൽ ഇങ്ങനെ നമ്മൾ കാണിക്കുമ്പോഴത്തേക്കും നമുക്ക് അത്രയ്ക്കുള്ള വെട്ടി കിട്ടത്തുള്ളൂ. പിന്നെ നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട്. ചക്ക നമ്മൾ കുക്കറിൽ വേവിക്കുമ്പോഴത്തേക്ക് ഒരു വിസിൽ കേൾക്കണമെന്നില്ല കേട്ടോ. കേൾക്കാറായി വരുമ്പോഴത്തേക്ക് തന്നെ തീ അങ്ങ് നിർത്തി കൊടുക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ അതിൽ കിടന്ന് ചക്ക അങ്ങ് വെന്ത് കുഴഞ്ഞ മാതിരി വരും. പിന്നെ നമുക്ക് അവിച്ചെടുക്കുന്ന രീതിയിൽ കിട്ടത്തുമില്ല. ഇനിയിപ്പോൾ ഇതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് കളഞ്ഞിട്ട് കണ്ണാപ്പയിലാണ് കേട്ടോ ഞാൻ ഇതുപോലെ വെള്ളം കളയാനായിട്ടൊക്കെ മാറ്റി വെച്ചിരുന്നത്. ഇനിയിപ്പോൾ തിരിച്ച് ഞാൻ ഇതിനകത്ത് തന്നെ തട്ടി വെക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ കുറച്ച് തേങ്ങ ഇടണം. ഇവിടെ ചക്ക അവിക്കുമ്പോഴത്തേക്ക് ഇതുപോലെ കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്ത് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടൊക്കെ അങ്ങനെ കഴിക്കുമ്പോഴത്തേക്ക് ഭയങ്കര ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. വെറുതെ നമ്മൾ ചക്ക അവിച്ചെടുക്കുമ്പോൾ അതിനൊരു ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. ഇതാകുമ്പോൾ തേങ്ങയും തേങ്ങാപ്പാലിൻ്റെയും
അങ്ങനെ ഒരു ഇത് കിട്ടുമല്ലോ. അപ്പോൾ നല്ല രീതിയിൽ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇനിയിപ്പോൾ അടുപ്പിൽ ചെറിയ രീതിയിൽ ആ ഒരു ഉപ്പിൻ്റെ ചെറിയൊരു അംശത്തിൻ്റെ ഇതൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട് തീ കത്തിച്ച് ഇനിയിപ്പോൾ ഞാനൊന്ന് അടുപ്പിലൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അത് ചെറുതായിട്ടൊന്ന് ചെറിയൊരു ചൂട് പോലെ ഇങ്ങനെ ആയി വരുമല്ലോ അടിഭാഗമൊക്കെ. അപ്പോഴത്തേക്ക് ഇങ്ങനെ തിരിച്ചെടുത്തിട്ട് ഞാൻ ചെറിയൊരു ബേസൻ എടുത്ത് വെച്ചിട്ടുണ്ട്, ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ കുക്കറിനകത്ത് വെച്ച് കഴിഞ്ഞാൽ കുക്കറിൻ്റെ അകത്തിരുന്ന് അതിൻ്റെ ആ ഒരു ചൂടിൽ പിന്നെ അങ്ങ് വെന്ത് കുഴഞ്ഞ മാതിരി അങ്ങ് വരുമല്ലോ. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചക്ക വേവിച്ച ഉടനെ തന്നെ മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റാനും കൂടെ നോക്കണം. പിന്നെ നമ്മൾ ചക്കയ്ക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറിയ രീതിയിൽ മുളക് ഉടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. കാന്താരി അപ്പുറത്ത് ചേച്ചിയുടെ വീട്ടിൽ നിന്ന് തന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ കാന്താരി എടുത്ത് ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് ചതച്ച് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ തീർന്ന് ഇനിയിപ്പോൾ മേടിക്കാനായിട്ട് ഇനിയിപ്പോൾ റോഡിലോട്ട് പോകണം. അപ്പോൾ ഉള്ളത് ഒരു ലേശം മതിയല്ലോ. അപ്പോൾ അതും കൂടെയൊക്കെ ഒഴിച്ച് ഇനിയിപ്പോൾ ഒരു ലേശം ഉപ്പ് നീര് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചക്കയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ മുളക് ഉടച്ചതും ചെറിയ ഉള്ളി ഇങ്ങനെ കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു കട്ടനും കൂടെ ആകുമ്പോഴത്തേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ മഴയും കൂടെ വേണം. മഴ ഉള്ള സമയത്താണ് നമുക്കിങ്ങനെ കഴിക്കുമ്പോഴത്തേക്ക് ആ ഒരു ഇതൊക്കെ തോന്നുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ചക്ക അവിച്ചത്, മുളക് ഉടച്ചത്, പിന്നെ ചെറിയൊരു കട്ടനും കൂടെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇന്ന് ഉച്ചയ്ക്കുള്ള കാര്യങ്ങളൊക്കെ ഏതാണ്ട് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മളെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ചില ദിവസങ്ങളിൽ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും മാറ്റങ്ങളോ അങ്ങനെയൊക്കെ വരും. അപ്പോൾ എന്തായാലും ചക്ക വേവിച്ച് നല്ല അടിപൊളി കളറിൽ നല്ലതുപോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇന്നിപ്പോൾ രാവിലെ എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, ഒരു കമൻറ്റ് വന്ന് അതിനൊരു മറുപടി ഞാൻ കൊടുത്ത് കുറച്ച് സമയം കഴിഞ്ഞ് നോക്കുമ്പോൾ ആ ഒരു മെസ്സേജ് അവിടെ കാണാനില്ല. ഇട്ട വ്യക്തി അങ്ങ് ഡിലീറ്റ് ചെയ്തെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പറയാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ചാനൽ ആദ്യ തുടക്കം മുതൽ എൻ്റെ വാടക വീട് അത് ഇങ്ങനൊരു പേര് വെക്കാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്ത് വെച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ വാടക വീട്ടിലായത് കൊണ്ടാണ് നമ്മളെ ചാനലിന് ഇങ്ങനൊരു പേര് വെച്ചത് എന്നെല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളിപ്പോൾ ഒരു 3-4 ദിവസം കൊണ്ട് വീഡിയോ ഇടണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മുമ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്, കുക്കിങ്ങിൻ്റെ വീഡിയോ തന്നെയാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോഴും നമ്മൾ ഡെയിലി ഇതുപോലെ നമ്മളെ വീട്ടിലുള്ള കാര്യങ്ങളെല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടല്ല വീഡിയോ ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ കണ്ടൻറ് ഇല്ല. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ സാഹചര്യം വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഡെയിലി ഇടാൻ വേണ്ടിയിട്ടൊന്നും എനിക്ക് വീഡിയോയോ കാര്യങ്ങളോ എനിക്ക് അങ്ങനെ ഒന്നുമില്ല. ചിലപ്പോൾ ഒരു കുക്കിങ്ങിൻ്റെ വീഡിയോ എടുത്ത് വെച്ച് ഒരു ദിവസം ഇട്ട് കഴിഞ്ഞ് 2-3 ദിവസത്തേക്ക് ചിലപ്പോൾ കാണത്തില്ല. അപ്പം ഞാൻ വിചാരിക്കും എല്ലാവരും കണ്ടിട്ട് പിന്നെ ഒരു ദിവസം നമുക്കൊരു വീഡിയോ ചെയ്യാം. അങ്ങനെയാണ് കേട്ടോ നമ്മളെ സാഹചര്യത്തിനനുസരിച്ച് വീഡിയോ ഇട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴല്ലാതെ നമുക്കിപ്പോൾ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടോ അല്ലാതെ നമുക്ക് എന്തൊരു കളിവട്ടത്തിന് വേണ്ടിയിട്ടൊന്നും അല്ല ഈ ഒരു ചാനലെന്ന് പറയണത്. നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ജീവിത മാർഗ്ഗമായിട്ട് ഇതൊന്നും കിട്ടുന്നൊരു വരുമാനം ഉണ്ടല്ലോ, അത് നമുക്ക് ഒരുപാട് വിലപ്പെട്ടതാണ്. അല്ലാതെ നമുക്ക് പിന്നെ ആഡംബരമായിട്ട് ജീവിക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ആർഭാടമായിട്ട് കാണിക്കാനോ അങ്ങനെ ഒന്നുമല്ല. ഇതൊന്നും കിട്ടുന്ന 1 രൂപയാണെങ്കിലും അതിന് എത്രത്തോളം മൂല്യം ഉണ്ടെന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം. അപ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞ് കളിയാക്കിയാലും ഒന്നും നമുക്കൊരു വിഷയമുള്ള കാര്യമേ അല്ല. ഇനി പിന്നോട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കാനോ ഒന്നും നമുക്ക് ഒട്ടും സമയവും ഇല്ല. അപ്പം നമുക്ക് മുന്നോട്ട് പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമ്മൾ ഹാപ്പി ഇവിടെ നിൽക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചക്കമടൽ അവിടെ ഇരിക്കുന്നത് ആട്ടുകുട്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ വയ്യ. അങ്ങനെയൊക്കെയാണ് കേട്ടോ ചില സമയത്തൊക്കെ കാണിക്കുന്നത്. ചക്കമടൽ ചക്കച്ചുളയൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ആട്ടുകുട്ടിയല്ലേ. അപ്പോൾ ഞാൻ എടുത്ത് വെച്ച് കളിയാക്കി നമ്മൾ ഓരോന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഹാപ്പീനെ അകത്തുണ്ടൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോഴിതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ ഈ ഒരു വീഡിയോ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.